ഒരാൾ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ജയിൽ ശിക്ഷ. ഏത് ജയിലിൽ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? എത്ര കാലം? ഹൗ ലോങ്? 1 വർഷത്തെ ജയിൽ, 2 വർഷത്തെ ജയിൽ, 10 വർഷത്തെ ജയിൽ, ജീവിതാന്ത്യം വരെ, ബേസ്ഡ് ഓൺ ദ സിവിയറിറ്റി ഓഫ് ദ ക്രൈം. ഒരു ചെയ്ത തെറ്റിൻ്റെ തീവ്രത അനുസരിച്ച് ശിക്ഷ. ഉടനെ നമ്മൾ വിചാരിക്കും, ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഐ എം നോട്ട് സീയിങ് എനിബഡി. എനിക്ക് ആരെയും കാണാൻ കഴിയുന്നില്ല. സംബഡി ഹു ഈസ് കൺട്രോളിങ് മീ. എന്നെ ആരും നിയന്ത്രിക്കുന്നില്ല. ഞാൻ തന്നെയല്ല എൻ്റെ ജീവിതത്തിലെല്ലാം തീരുമാനിക്കുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ആ സാഹചര്യം നിങ്ങളല്ല നിയന്ത്രിക്കുന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ ഫേവറിലാക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ സാഹചര്യത്തെ. പക്ഷെ സാഹചര്യം അനുസരിച്ച് തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. So we can understand somewhere someone is controlling all these things. അതിനെയാണ് divine hands അല്ലെങ്കിൽ fate എന്ന് പറയുന്നത്. On what basis? നമ്മുടെ previous actions. ഇനി ആ ലഭിച്ച ഫേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് ഫ്യൂച്ചർ വിധി. അതിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? കാലം, ടൈം ഫാക്ടർ. ക്ലോക്ക് ആണെങ്കിലും വാച്ച് ആണെങ്കിലും അതെല്ലാം ടൈമിനെ അളക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് മാത്രമാണ്. പക്ഷേ ഭഗവത്ഗീത അനുസരിച്ച് ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺട്രോളിങ് എനർജി. ഇറ്റ്സ് ആൻ എനർജി വിച്ച് ഇസ് കൺട്രോളിങ് എവറിത്തിങ് ഇൻ ദിസ് വേൾഡ്. നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു എനർജി ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണ് ടൈം എന്ന് പറയുന്നത്. ആ ടൈം നമുക്ക് തന്നെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. മൊത്തത്തിൽ എത്ര കാലം, ഹൗ ലോങ് വിൽ ബി അലൈവ്. വൺസ് വി ആർ ഡെഡ് മീൻസ് ദിസ് ബോഡി ഈസ് ഗോൺ. ഈ ബോഡിയുടെ ടൈം കഴിഞ്ഞു. എന്നിട്ട് ആ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു എനർജിയാണ് കാലം എന്ന് പറയുന്നത്. നമ്മൾ ഈ ബോഡിയായിട്ട് എത്ര കാലം കണക്റ്റഡ് ആയിട്ടിരിക്കണം, അതിനൊരു ടൈമുണ്ട്. പിന്നെ മൊത്തത്തിൽ കോസ്മോസ്, അതിനൊരു ടൈമുണ്ട്. ഇങ്ങനെ ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം ഡെപ്തിലാണ്, ഭയങ്കര ഡെപ്തിലാണ്. ഈ ക്ലോക്ക്, വാച്ച് എന്ന് പറയുന്നത് ഒന്നുമല്ല. നമ്മുടെ ആ അൺലിമിറ്റഡ് ടൈമിൻ്റെ ഒരു ചെറിയ ഒരു സെക്ഷനാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക് എന്ന് പറയുന്നത്. ഒരു ടൈമിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്, ടൈമിനെ അളക്കാൻ അറിയാൻ നമ്മളെ സഹായിക്കുന്ന കലണ്ടർ. ഇറ്റ്സ് ഓൾസോ എ ടൈം. ഓരോ വർഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? 2023, ഇനി 2024, ഇപ്പോൾ നവംബർ, ഇനി ഡിസംബർ, ജനുവരി. വി ആർ ആക്ച്വലി ടൈമിനെ അളക്കാൻ ശ്രമിക്കുകയാണ്, ടൈമിനെ മെഷർ ചെയ്യുകയാണ്. പക്ഷേ ടൈം എല്ലാത്തിനെയും ഇങ്ങനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ നമ്മൾ എത്ര ശ്രമിച്ചാലും 1947 ആ ഇയർ നമുക്ക് തിരിച്ചു കിട്ടുമില്ല. എന്തിനേറെ പറയുന്നു, ഇന്നലത്തെ ദിവസം തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു എന്ന് പറയുന്ന ആ സമയം വീണ്ടും തിരിച്ചു കിട്ടുമില്ല. കോൺസ്റ്റൻ്റ്ലി അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ടൈം ഈസ് കോൺസ്റ്റൻ്റ്ലി റണ്ണിങ്. വി കനോട്ട് കൺട്രോൾ, വി കനോട്ട് മെഷർ. നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു എനർജി ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു.